പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേരുമെന്ന വാർത്തകൾക്കിടെ തൃശൂർ പൂങ്കുന്നത്തെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി ടി.എൻ. പ്രതാപൻ എം.പി. ലീഡറുടെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രചാരണം ആരംഭിക്കുന്നത് പതിവ് രീതിയാണെന്ന് പറഞ്ഞാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ പ്രചാരണം തുടങ്ങിയത്. പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി പ്രവേശനത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പക്ഷേ പ്രതാപൻ തയ്യാറായില്ല. ജില്ലയിലെ ബൂത്ത് തലം മുതലുള്ള നേതാക്കളുടെ യോഗവും തൃശൂരിൽ ചേർന്നു. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന വാർത്ത പുറത്തുവന്നതോടെ ജില്ലയിലെ നേതാക്കൾ പാർട്ടി മാറ്റമുണ്ടാക്കാവുന്ന പ്രതിസന്ധികൾ മറികടക്കാനുള്ള ചർച്ചകൾ തുടങ്ങി. ആദ്യഘട്ടം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പത്മജയുടെ ഉടമസ്ഥതയിലുള്ള മുരളി മന്ദിരത്തിൽ സ്ഥിതി ചെയ്യുന്ന കരുണാകര സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തുകയായിരുന്നു. തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയെന്ന് പ്രതാപനെ വിശേഷിപ്പിച്ചായിരുന്നു DCC പ്രസിഡന്റ് പ്രതാപനെ പുഷ്പാർച്ചനയ്ക്ക് ക്ഷണിച്ചത്. എല്ലാം ഗുരുവായൂരപ്പന്റെയും ലീഡറുടെയും അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നെന്നായിരുന്നു പ്രതാപന്റെ പ്രതികരണം. ലീഡറുടെ എല്ലാ ആശീർവാദവും സ്വർഗത്തിലിരുന്നുകൊണ്ട് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ അങ്ങേയറ്റത്തെ ആദരവോടും ബഹുമാനത്തോടും കൂടി ശിരസ് കുനിക്കുകയാണ്. എല്ലാം നമുക്ക് കണ്ടു കാണാം. ഗുരുവായൂരപ്പനും ലീഡറുമാണ് സാക്ഷി, ജനങ്ങളുമാണ് സാക്ഷി. കരുണാകരനല്ല പത്മജയെന്ന് തെളിഞ്ഞതായി കരുണാകരന്റെ വിശ്വസ്തനായിരുന്ന മുൻ MLA TV ചന്ദ്രമോഹൻ പ്രതികരിച്ചു. രണ്ടാളും വ്യത്യാസമുണ്ടല്ലോ, കരുണാകരനും പത്മജയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായില്ലേ? തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വർഗീയവാദികളും മതേതരവാദികളും തമ്മിലുള്ള പോരാട്ടമാണ്. അതിനകത്ത് വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. മതേതര വിശ്വാസികൾ ജയിക്കും. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബൂത്ത് തലം മുതലുള്ള നേതാക്കളുടെ യോഗം DCCയിൽ ചേർന്നു. പത്മജ ബി.ജെ.പിയിലേക്ക് പോകുന്നതോടെ കരുണാകരന്റെ സമാധിയിരിക്കുന്നയിടം ബി.ജെ.പി നേതാവിന്റെ ഉടമസ്ഥതയിലായി. റിപ്പോർട്ടർ ജെയ്സൺ, തൃശൂർ.